ഹലോ കുട്ടികളെ, നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കുറേ കാലം PSCയുടെ പുറകെ നടന്നതിന് ശേഷമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച എൻ്റെ PSC എന്നെ ചവിട്ടിപ്പുറത്താക്കി. അതെ, അത് അവരുടെ കുറ്റം കൊണ്ടല്ല, ഏജ് ഓവർ. എൻ്റെ കുറ്റം കൊണ്ട് തന്നെയാണ് അവരെന്നെ പുറത്താക്കിയത്. സെക്യൂർ ആയിട്ടുള്ളൊരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും PSCയെ കഷ്ടപ്പെട്ട് പഠിക്കും. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കാര്യമില്ല, ഇഷ്ടപ്പെട്ട് പഠിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരിക്കും പറഞ്ഞാൽ മാക്സിമം ഒരു വർഷം നല്ല രീതിയിൽ പഠിച്ചാൽ PSC നമുക്ക് നേടിയെടുക്കാം. നമ്മൾ വീട്ടമ്മമാർക്ക് പലപ്പോഴും അത് സാധിക്കത്തില്ല. നമ്മൾ വീട്ടിലെ തിരക്കും കുട്ടികളുടെ കാര്യമൊക്കെ ആയിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണം. എങ്കിലും ഒരു 30 വയസ്സിന് മുമ്പായിട്ടൊക്കെ തന്നെ നമ്മൾ PSC പ്രിപ്പറേഷൻ തുടങ്ങി മോക്ക് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. ആദ്യമൊക്കെ 20 മാർക്കിലൊക്കെ എനിക്ക് കാണത്തുള്ളായിരുന്നു. അതിൽ നിന്ന് ഞാൻ 30 എത്തി. പിന്നെ 40 വന്ന് സ്റ്റക്കായി, 50 വന്ന് സ്റ്റക്കായി. അതിനുശേഷം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് 70 വരെ എത്തി. അപ്പോഴേക്കും ഏജ് ഓവറായി. ഇനി വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒന്നും എനിക്ക് അപ്ലൈ ചെയ്യാൻ കഴിയത്തില്ല. ഇനിയിപ്പോൾ കുറച്ച് നോട്ടിഫിക്കേഷൻ ആപ്ലിക്കേഷൻ കൊടുത്തത് എനിക്ക് എഴുതാൻ സാധിക്കും. ഇപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ, ഒരു എക്സാമിൻ്റെ റാങ്ക് ലിസ്റ്റ് എത്തിയിട്ടില്ല, അതിനകത്ത് ഒരു ചെറിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ചുമ്മാ യൂട്യൂബൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നവർ, ചെറിയ കുട്ടികൾ, ഇപ്പോൾ ഞങ്ങളെ കണക്ക് +2 വരെയൊക്കെ പഠിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചവരാണ്. ഇപ്പോൾ ഉള്ള കുട്ടികൾ കുറേ കൂടിയൊക്കെ ആക്റ്റീവായിട്ടുള്ളവരാണല്ലോ. അവരൊക്കെ നല്ല മക്കളെ നോക്കുന്ന കൂട്ടത്തിൽ തന്നെ ചെറിയ രീതിയിൽ മോക്ക് ടെസ്റ്റും പഠിത്തവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി എന്തായാലും വാങ്ങിച്ചെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ താമസിക്കും തോറും നമ്മൾ ആ ഒരു ഹൈ ലെവലിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഏജ് ഓവർ എന്നുള്ള സംഭവത്തിൽ പെട്ടുപോകരുത്. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് നല്ല നല്ല യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ PSC ക്ലാസ് എടുക്കും. ഞാൻ പഠിച്ചേക്കുന്ന കൂടുതലും യൂട്യൂബ് ചാനൽ നോക്കിയാണ്. പിന്നെ എൻട്രി, സൈലം, അങ്ങനെ കുറേ ആപ്പുകളും ഉണ്ട്. അതിനകത്തൊക്കെ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നടത്തി നോക്കിയാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് മാർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഏജ് ഓവർ ആവുക എന്നുള്ളത് നമ്മളെ ഒരുപാട് സങ്കടപ്പെടും. എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു പീക്ക് ലെവലിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ ഏജ് ഓവർ ആകുന്നത്. അതിനെക്കാട്ടിലും നല്ലത് ചെറുപ്രായത്തിൽ കൂടിയൊക്കെ നേരത്തെ തന്നെ നോക്കി നല്ലൊരു ജോലിയിൽ കയറാൻ ശ്രമിക്കുക. ഈ യൂട്യൂബ് ചാനൽ പോലും ഒരുപാട് ആലോചിച്ച് എൻ്റെ ശബ്ദം മോശമാണ്, എന്നെക്കൊണ്ട് സാധിക്കുമോ, അങ്ങനെ ചിന്തിച്ച് ഞാൻ തുടങ്ങിയത്. ഒരു വോയിസ് ടെസ്റ്റ് എന്ന നിലയിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു ജിലേബിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു. അതിൻ്റെ കോൺഫിഡൻസിലാണ്. അതിനകത്ത് ഒരുപാട് വ്യൂസൊന്നും ഇല്ല, എന്നാലും കേട്ട് നോക്കിയപ്പം വലിയ കുഴപ്പമില്ല എന്ന് തോന്നി. അങ്ങനെ ഞാനിത് തുടങ്ങിയത്. നമ്മുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നമ്മൾ തള്ളിക്കളഞ്ഞാൽ അത് വലിയ വലിയ നഷ്ടങ്ങളിലേക്ക് പോകും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്